ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് അമ്മയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ ഒരു വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പരാതി എടുത്തില്ല. മൊഴിയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ പരാതി എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഇൻഫോ പാർക്ക്, ഞാൻ കാക്കനാട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. അന്നും പരാതി എടുത്തില്ല. എൻ്റെ പരാതി ഇരുന്ന് കുറേ നേരം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അനൂപ് ചന്ദ്രൻ ചേട്ടന് ഒരു ഫോൺ കോൾ പോലും ചെയ്ത് അന്വേഷിച്ചിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ഇതേ സ്റ്റേറ്റിൽ തന്നെയാണ് എനിക്കെതിരെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തക എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുക്കുകയും ഒരു ചെറിയ മെസ്സേജ്, ദുബായി പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ സുഹൃത്ത് കണ്ടിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മേൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഹരാസ് ചെയ്തത്. അത് ഇൻറ്ററോഗേറ്റ് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയും അവരുടെ ഭർത്താവും SI രേഷ്മ മാമും കൂടെയാണ്. 3 പേരും കൂടെ ആയിരുന്നു ഇൻട്രോഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയ മെസ്സേജിന്റെ പുറത്ത് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിൽ ഞാനൊരു പരാതിയുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് ഡിഫേമേഷനിലേക്കാണ് പോവുക എന്ന് പറയുന്നതിൽ എത്രത്തോളം ന്യായമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് നീനാക്കുറുപ്പ് ചേച്ചിയാണ് കേട്ടിട്ടുള്ളത്. നീനാക്കുറുപ്പ് ചേച്ചി ഡയറക്റ്റ് കേട്ടതാണ് എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നീന ചേച്ചിയല്ലേ അത് കേട്ടത്, അൻസിബ കേട്ടില്ലല്ലോ എന്ന്. അത് നീന ചേച്ചി അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചിയെ ടിനി ടോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് നീന ചേച്ചിയോട് അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട പലരുണ്ട്. എത്ര പേര് അതിന് സാക്ഷി പറയുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ പരാതി കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ ടിനി ടോം ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചി ഡയറക്റ്റ് അസഭ്യം പറഞ്ഞ ടിനി ടോമിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. നീന ചേച്ചി അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി FIR ഇടാൻ പറ്റുന്ന കേസ് തന്നെയാണത്. അങ്ങനെ ഒരു കേസ് ഡയറക്റ്റ് ആയിട്ട് FIR ഇടാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെന്നിരിക്കെ എന്നോട് വന്ന് കള്ളം പറഞ്ഞു തരേണ്ട ആവശ്യം നീനാക്കുറുപ്പ് ചേച്ചിക്കില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെപ്പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണമെന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയതും ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായത്. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കംഫർട്ട് ആവുന്നതാണ്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ ആ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യം കൂടെയാണ്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇടതുവശത്തൂടെ നടക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസുകാരുമായിട്ടൊക്കെ സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാ ജനങ്ങളിലും എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ പോലും ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ബേസിക് അവയർനെസ്, ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും ഞാനിത് വിഡ്രോ ചെയ്യൊന്നുമില്ല. ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഉറപ്പായിട്ടും പോവും. ഞാൻ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ശ്രീ ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരള ഗവൺമെന്റ് എന്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. കാരണം ഏത് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് മിനിസ്റ്റേഴ്സിന്റെ കൂടെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന തരത്തിൽ വിഷ്വൽസ് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കലും തെറ്റിന്റെ കൂടെ ഗവൺമെന്റ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യായത്തിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ എന്തായാലും ഗവൺമെന്റ് നിൽക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് അമ്മ സംഘടനയുടെ ഇസി ഗ്രൂപ്പിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇസിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെന്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി ഇട്ടപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെന്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല. ഡബിൾ ഡാഡി സിൻഡ്രോത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ. ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ 17 പേരുള്ള ഒരു ഇസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇട്ടത്. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ആ ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നതാണ്, വരുത്തിയതാണ്. മാധ്യമങ്ങളുടെ പ്രഷർ കാരണമാണ് എന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ആ സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചാനലുകളിലൂടെയാണ് കാണുന്നത് ഇന്ന ആൾക്കാരാണ് സമിതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിതുവരെ ഒഫീഷ്യലി ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ആരാണ് സമിതിയിലുള്ളതെന്ന്. അപ്പൊ ഞാൻ കേട്ടു പ്രസിഡന്റും സെക്രട്ടറിയും സമിതിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരോപണം ഉയർത്തിയ കൂട്ടത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണ വിധേയയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു സമിതിയിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ പരാതി പറയാൻ വേണ്ടി വീണ്ടും പോവില്ല. കാരണം ഇതിന്റെ മുന്നേ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞപ്പോൾ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന്റെ അരികെ ഞാൻ വീണ്ടും എന്തിനു പരാതിയുമായിട്ട് പോകണം? ഞാൻ എന്റെ മനസ്സിൽ വന്ന 3 പേരുകളാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻ ചേട്ടൻ, മാല പാർവതി ചേച്ചി, രമേശ് പിഷാരടി ചേട്ടൻ, ഇങ്ങനെ പേരുകൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ആ കൂട്ടത്തിൽ എന്റെ മെയിലിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ 3 പേരെല്ലാം ഉണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് നിൽക്കാത്ത അമ്മ സംഘടനയിലെ ആരെ വേണമെങ്കിലും സമിതിയിൽ ഉൾപ്പെടുത്താം. പക്ഷെ ആരോപണ വിധേയരായിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരും ആ സമിതിയിൽ ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.